ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായിട്ടുള്ള ഭീംറാവ് അംബേദ്കർ എന്ന് പറയുന്നത് ഒരു മഹാ ഇതിഹാസമാണ്. നമ്മൾ നോക്കൂ, ഇന്ത്യയുടെ മൊത്തം പോപ്പുലേഷനിൽ ഏകദേശം 20% ആ സമയത്ത് 36 കോടിയാണ് ജനസംഖ്യ. ഏകദേശം 7 കോടിയോളം വരുന്ന ജനത, ആ ജനതയെ സംബന്ധിച്ചിടത്തോളം ഉദ്ധരിക്കാതെ അവർ അതേ നിലവാരത്തിൽ തന്നെ നിന്നാൽ അവർ ബ്രിട്ടീഷുകാർക്ക് വേണമെങ്കിൽ അവരുടെ കയ്യിലെ കളിപ്പാവുകളാക്കാം, ഇസ്ലാമിന് കൈപ്പുള്ള കളിപ്പാവുകളാക്കാം. അങ്ങനെയുള്ള ആ ജനതയെ ഉദ്ധരിക്കണമെന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിന് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് അതിലെ നെഹ്റുവിയൻ കൾച്ചറിന് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ 4 ഘടകങ്ങളായിട്ട് അന്ന് മഹാത്മാഗാന്ധിയുടെ മുമ്പിൽ ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനക്കാരുടേതായിട്ടുള്ള വേദികളായിരുന്നു, പങ്കിട്ടിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 1 സാവർക്കർ, 2 പട്ടേൽ, 3 BR അംബേദ്കർ, 4 നെഹ്റുവിയൻ കൾച്ചർ. ഓഫ് കോഴ്സ് ഇതിൻ്റെ ഫലമായിട്ട് ബ്രിട്ടീഷുകാർ ചെയ്തതായിട്ടുള്ള കൊടും വഞ്ചനയിൽ ഇസ്ലാമിക സമൂഹം അവർ മൂക്കുകുത്തി വീണു. അവർ സെപ്പറേറ്റ് നാഷന് വേണ്ടിയിട്ട് ജിന്നയുടെയും പ്രവർത്തനം തുടങ്ങി.